വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഫാമാൻറ്റി പറഞ്ഞാൽ ഞാൻ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് സുസ്മിത പറയുന്നുണ്ട്. അങ്ങനെ മോളേന്നും പറഞ്ഞ് സത്യഭാമ സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം കുറച്ച് സെൻറ്റിമെൻ്റൽ ഡയലോഗൊക്കെ അടിക്കുകയാണ് സുസ്മിത. കുഞ്ഞുനാൾ മുതലേ വിഷ്ണുവേട്ടൻ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് ഫാമാൻറ്റിയാണ്. പിന്നെ അത് വെള്ളമൊഴിച്ചു വളർത്തിയതും ഫാമാൻറ്റി തന്നെയാണ്. പിന്നെ കല്യാണ മണ്ഡപം വരെ അതെത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് ഞാൻ കല്യാണം നടക്കാതെ വന്നപ്പോൾ, ഞാൻ മരണത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ട് വന്നതും ഇതേ ഫാമാൻറ്റി തന്നെയാണ്. പിന്നീട് എനിക്ക് വിഷ്ണുവേട്ടനേക്കാൾ കേമനായ ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും വിഷ്ണുവേട്ടനെ തന്നെ കല്യാണം കഴിപ്പിച്ച് തരാമെന്നും പറഞ്ഞത് ഈ ഫാമാൻറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ സങ്കടത്തോടെ പറയുകയാണ് സുസ്മിത കരഞ്ഞുകൊണ്ട്. സുസ്മിതയുടെ തകർത്തുള്ള അഭിനയമൊക്കെ കണ്ട് ശാലിനി പറയുകയാണ്, സുസ്മിതയെ ഈ മെലോ ഡ്രാമയൊന്നും ഇവിടെ വേണ്ട. ഈ കല്യാണം നടത്താൻ വേണ്ടി നീ കളിച്ച നാണം കെട്ട കളിയൊന്നും വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ശാലിനി എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് മനസ്സിലാക്കിയ സുസ്മിത ചോദിക്കുകയാണ്, പ്രീതി ഗർഭിണിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഒരു നുണക്കഥ നീ മെനഞ്ഞാൽ അത് ഫാമാൻറ്റി വിശ്വസിക്കുമെന്നാണോ നീ കരുതുന്നത്? പറയൂ ഫാമാൻറ്റി, എന്നെ വിശ്വാസമില്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടെ ശാലിനി ഒന്ന് നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, ഇല്ല സുസ്മിതയെ, നിന്നെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല. അങ്ങനെ തൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയാണ് സുസ്മിത. വീണ്ടും രാഘവൻ നായർ ചോദിക്കുകയാണ്, ഫാമേ, ഇനി നീ വീണ്ടും സുസ്മിതയെ ഇവിടെ പിടിച്ചു നിർത്തണ്ട, വേണ്ടാത്ത ജോലിക്കൊന്നും പോണ്ട എന്ന് രാഘവൻ നായരും പറയുന്നുണ്ട്. സത്യഭാമ തന്നെ ഇവിടെ നിർത്താൻ അനുവദിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്, ഫാമാൻറ്റി പറയും, ഇനി ഞാൻ ഇവിടെ നിന്നും പോണോ? അന്നേരം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ടായിട്ടല്ല മോളെ, പക്ഷേ നീ ഇനിയും ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഫാമയുടെ തീരുമാനം കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും പ്രീതിയും ശാലിനിയും ഒക്കെ. തുടർന്ന് തൻ്റെ അവസാന ശ്രമവും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സുസ്മിത പെട്ടെന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ചെടിച്ചട്ടിയിൽ പുല്ലരിയുന്ന വാള് കാണുന്നുണ്ട്. പെട്ടെന്ന് സുസ്മിത ഓടിപ്പോയി അതെടുത്ത് കഴുത്തിലേക്ക് വയ്ക്കുകയാണ്. അന്നേരം മോളെന്നും പറഞ്ഞ് സരളയും സത്യഭാമയും പിന്നീട് ഡി എന്നും പറഞ്ഞ് വിഷ്ണുവും അടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ആരെയും അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സുസ്മിത പറയുകയാണ്, ഫാമാൻറ്റി പറഞ്ഞ വാക്ക് പാലിക്കാതെ എനിക്കിവിടെ നിന്ന് ഒരടി മുന്നോട്ടില്ല. ഇനിയും ഫാമാൻറ്റി ഞാനിവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കഴുത്തിലേക്ക് ഒരൊറ്റ വലിക്കും. നിങ്ങളുടെയൊക്കെ മുമ്പിൽ കിടന്ന് തന്നെ ഞാൻ പിടഞ്ഞ് ചാവുകയും ചെയ്യും. അതൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം മോളെ അരിവാള് കഴുത്തിൽ നിന്ന് മാറ്റുന്നൊക്കെ സരള പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാനിത് മാറ്റണമെങ്കിൽ ഫാമാൻറ്റി എനിക്കൊരു വാക്ക് തരണം. അന്നേരം ഫാമ ചോദിക്കുകയാണ്, ഞാൻ എന്ത് വാക്കാണ് നിനക്ക് തരേണ്ടതെന്ന്? വിഷ്ണുവേട്ടനുള്ള മോഹം ഞാൻ വീണ്ടും വിടുകയാണ്. പക്ഷേ എനിക്ക് പുതിയൊരു ജീവിതം ആൻറ്റി തന്നെ ഉണ്ടാക്കിത്തരണം. ഇവിടെ നിന്നും ഞാൻ ഇറങ്ങിയാൽ കതിർ മണ്ഡപത്തിലേക്ക്, അല്ലാതെ വീണ്ടും എന്നോട് പോകാൻ പറയുകയാണെങ്കിൽ എൻ്റെ മരണമായിരിക്കും നിങ്ങൾ കാണുന്നതെന്ന് അരിവാള് കഴുത്തിൽ വെച്ചുകൊണ്ട് തറപ്പിച്ച് സുസ്മിത പറയുകയാണ്. 2 വട്ടം കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇനി കല്യാണാലോചന വരുമോ? പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വാളൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് സുസ്മിത ചോദിക്കുന്നുണ്ട്. അവസാനം സുസ്മിതയുടെ കപട നാടകമൊക്കെ വിശ്വസിച്ച് സത്യഭാമ പറയുകയാണ്, മോളിന് എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം. തുടർന്ന് സുസ്മിതയ്ക്ക് സത്യഭാമ വാക്ക് കൊടുക്കുകയാണ്, കൊള്ളാവുന്ന ഒരു പയ്യനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും, വാക്ക് എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് സത്യഭാമ. അന്നേരം സത്യഭാമയുടെ ഈ തീരുമാനത്തിൽ ആകെ ദേഷ്യപ്പെടുകയാണ് വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരുമൊക്കെ. അന്നേരം ആശ്വസിക്കുന്നുണ്ട് സരളയും സുസ്മിതയും. തുടർന്ന് സുസ്മിതയുടെ ശ്രദ്ധ മാറുമ്പോൾ സത്യഭാമ ആ വാള് പിടിച്ച് ദൂരേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയെ പിടിച്ച് കുലുക്കി ചോദിക്കുകയാണ്, എന്ത് ബുദ്ധിമോശമാണ് നീ കാണിച്ചത്? അങ്ങനെ ഫാമാൻറ്റി നിന്നെ അങ്ങ് വിട്ട് കളയുമോ എന്നും പറഞ്ഞ് കരഞ്ഞ് സുസ്മിതയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് സത്യഭാമ. അന്നേരം സത്യഭാമയുടെ തോളിലേക്ക് സുസ്മിത വീഴുമ്പോഴും ചിരിച്ചുകൊണ്ട് ശാലിനിയെയും പ്രീതിയെയും പ്രതികാരത്തോടു കൂടി നോക്കുകയാണ് സുസ്മിത. സുസ്മിതയുടെ ആ നോട്ടം വിഷ്ണുവും രാഘവൻ നായരും കാണുന്നുണ്ട്. തുടർന്ന് വീണ്ടും കുറേ സെൻറ്റിമെൻ്റൽ ഡയലോഗൊക്കെ സുസ്മിത സത്യഭാമയോട് പറയുന്നുണ്ട്. ഫാമാൻറ്റി എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അന്നേരം ഫാമാൻറ്റി മോളെ ഒരിക്കലും കൈവിടില്ല, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് സരളയോടും സത്യഭാമ പറയുന്നുണ്ട്, സരളയ്ക്കും എന്നെ വിശ്വസിക്കാമെന്ന്, കൊള്ളാവുന്ന ഒരു നല്ല പയ്യനെ കൊണ്ട് ഇവളെ ഞാൻ വിവാഹം കഴിപ്പിക്കും എന്നൊക്കെ സരളയ്ക്കും വാക്ക് കൊടുക്കുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണുവിനെ നോക്കി ദേഷ്യത്തോടു കൂടി സത്യഭാമ പറയുകയാണ്, ഇനി ആര് വിളിച്ചാലും സരളെ നീ ഇങ്ങോട്ട് ഇവളെ വിളിക്കാനായിട്ട് വരണ്ട, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാണ്.
തുടർന്ന് അകത്തേക്ക് പോകാൻ നേരം സുസ്മിത വിഷ്ണുവിനോട് പറയുകയാണ്, വിഷ്ണുവേട്ടാ എൻ്റെ ബാഗ് എടുത്തെടുത്ത് തന്നെ അങ്ങ് തിരിച്ച് വച്ചേക്കണേന്ന്. പക്ഷെ അത് സുസ്മിത ദേഷ്യത്തോടെയല്ല, സാധാ പറയുന്ന ഭാവത്തിൽ അങ്ങ് പറയുകയാണ്. തുടർന്ന് ശാലിനിയെ നോക്കുന്ന സുസ്മിത മനസ്സിൽ ആലോചിക്കുന്നത് താലി പിടിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ താലി വിഷ്ണുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിക്കാനായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഞാൻ കെട്ടിച്ചിരിക്കുമെന്ന്. തുടർന്ന് ദേഷ്യത്തോടു കൂടി സുസ്മിത അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് ആകെ അരിശമൂത്ത വിഷ്ണു അവളുടെ ഒരു പെട്ടിയെന്നും പറഞ്ഞ് ആ പെട്ടി കാലുകൊണ്ട് തട്ടി ദൂരേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവും ദേഷ്യത്തോടെ രാഘവൻ നായരെന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. എവിടെ നമ്മുടെ വിറ്റ്നസിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആരെയോ കാത്തിരിക്കുകയാണ് ശ്രീരഞ്ജിനി. അതേസമയം അവിടേക്ക് എത്തുകയാണ് രാജീവിനെ കണ്ടൊന്ന് പരിഭ്രമിക്കുന്നുണ്ട് ശാരിക. രാജീവ് സാറോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് ഇരിക്കാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, വേണ്ട ശാരദാമ്മേ, ഞാനിപ്പോൾ ശ്രീരഞ്ജിനി മാഡത്തിൻ്റെ കസ്റ്റഡിയിലാണ് എന്നൊരു ദേഷ്യത്തോടെയാണ് രാജീവ് പറയുന്നത്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു ഈഗോ സഹിക്കേണ്ട കാര്യമൊന്നും സാറിനില്ല. ഇവരുടെ കയ്യിൽ നിന്നും ഒരു കടലാസ് എഴുതി തന്നാൽ സാറിനെ വിളിക്കാനായിട്ട് എൻ്റെ പോലീസ് വാഹനം അങ്ങോട്ട് വരേണ്ടി വരുമായിരുന്നോ? തുടർന്ന് എന്താണ് പരാതിയെന്ന് രാജീവ് തിരക്കുന്നുണ്ട്. അന്നേരം നമുക്കൊരു പരാതിയും ഇല്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, ഇവർ ഇതുവരെ പരാതി തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചൊക്കെ സാറിന് അറിയാമല്ലോ എന്ന്. തുടർന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് രാജീവിന്. തുടർന്ന് പെൺമക്കളുടെ അമ്മമാരുടെ ആദിയെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട് ശ്രീരഞ്ജിനി. തുടർന്ന് ശ്രീരഞ്ജിനി രാജീവിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ രാജീവ് പറയുകയാണ്, മാഡത്തിൻ്റെ ഡയലോഗൊക്കെ കൊള്ളാം, ഓപ്പണിങ്ങും എൻട്രിയും ഒക്കെ കലക്കി. ഇപ്പോൾ ഒരു കയ്യടി കിട്ടേണ്ട സീൻ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ മാഡത്തിന് തെറ്റി. 30 പവൻ സ്ത്രീധനം കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായപ്പോൾ തിരികെ ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് നടതള്ളി. പിന്നെ ഒരു ഫോൺ കോളിൻ്റെ ബന്ധം പോലും ഇല്ല. അങ്ങനെ ഒരു ചിത്രമല്ലേ എന്നെക്കുറിച്ചിപ്പോൾ മാഡത്തിൻ്റെ മനസ്സിലുള്ളത്? തുടർന്ന് തൻ്റെ ഭാഗത്തെ ന്യായം പറയുകയാണ് രാജീവ്. ശാരികയെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് ഞാൻ അറിഞ്ഞില്ല. കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇറങ്ങിയത്. പക്ഷേ ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് 2ാമത്തെ അറ്റാക്ക് വന്ന് വീണത്. അന്നേരമാണ് ശാരിക തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ അറിയുന്നത്. തുടർന്ന് സങ്കടത്തോടുകൂടി തൻ്റെ അവസ്ഥ രാജീവ് പറയുന്നുണ്ട്. ഇത്രയും ദിവസം ഐസുവിൻ്റെ മുമ്പിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടമായിരുന്നു, സഹായിക്കാൻ പോലും ആരുമില്ലായിരുന്നു, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും മാറാനുള്ള സമയം എനിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് രാജീവ് ചോദിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് രാജീവ് സാർ എന്താണ് ചെയ്യുന്നതെന്ന് ശാരികയ്ക്കും ഒന്ന് തിരക്കാമായിരുന്നു, അതും ഉണ്ടായില്ലല്ലോ. ഒരുപാട് തവണത്തെ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഒരു 100 ജന്മത്തിൻ്റെ ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അമ്മയും അമ്മാവനുമല്ല, ദൈവം തന്നെ വന്നു പറഞ്ഞാലും രാജീവിന് ശാരികയെ ഉപേക്ഷിക്കാനാവില്ല എന്ന് ശ്രീരഞ്ജിനിയോട് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ് രാജീവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ് ശാരിക. മാഡം വിളിച്ചപ്പോൾ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ടേ ഉള്ളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുകയായിരുന്നു. അന്നേരം അമ്മയോടും അമ്മാവനോടും ശാരികയെ കൂട്ടിക്കൊണ്ട് വരാനാണ് വരുന്നതെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീരഞ്ജിനി. അന്നേരം പറഞ്ഞു. അന്നേരം അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും എന്നൊക്കെ രാജീവ് പറയുകയാണ്. ഇയാളെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല, ഇയാളെൻ്റെ ജീവശ്വാസമാണെന്ന് കരഞ്ഞുകൊണ്ട് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സന്തോഷ് ശാരദാമ്മയും പറയുകയാണ്, പരസ്പര വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരാണിനെയും പെണ്ണിനെയും പിരിക്കാനായിട്ട് സാധിക്കില്ല. അതിനൊരു നിയമത്തിൻ്റെയും ആവശ്യവുമില്ല. ഈ കുട്ടികൾക്ക് അതുണ്ട് എന്ന് പറയുകയാണ് ശാരദാമ്മ. അത് ശരിവെച്ച് ശ്രീരഞ്ജിനിയും പറയുന്നുണ്ട്. സന്തോഷമുണ്ട് ശാരദാമ്മേ, നിർബന്ധിച്ച് കൂട്ടിച്ചേർത്താലും ചിലപ്പോൾ അത് കൂടിച്ചേരില്ല. പക്ഷേ ഇവർക്കതിൻ്റെ ആവശ്യമില്ല. ഇവർ 2 അല്ല 1 എന്ന് സന്തോഷത്തോടു കൂടി ശ്രീരഞ്ജിനിയും പറയുകയാണ്. തുടർന്ന് രാജീവിന് ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് ശ്രീരഞ്ജിനി അവിടെ നിന്നും ഇറങ്ങുന്നു. തുടർന്ന് ശാരദാമ്മയോട് രാജീവ്, ഞാനിവളെ കൊണ്ടുപോയിക്കോട്ടെ ശാരദാമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കൊണ്ടുപോയിക്കോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ബാഗ് റെഡിയാണെന്നും പറഞ്ഞ് രാജീവിൻ്റെ കയ്യിലേക്ക് ശാരികയുടെ ബാഗ് കൊടുക്കുകയാണ് ശ്യാമ. തുടർന്ന് ശാരികയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് രാജീവ്. സന്തോഷത്തോടു കൂടി ശാരിക യാത്രയാക്കുകയാണ് ശ്യാമയും ശാരദാമ്മയും ഒക്കെ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.